പ്രജാക്ഷേമ തൽപരനായൊരു രാജാവ് പണ്ട് രാജ്യം ഭരിച്ചിരുന്നു. ഒരിക്കൽ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതം മനസ്സിലാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. രാജ്യത്തെ സ്നേഹിക്കുന്ന എത്ര പ്രജകളുണ്ടെന്നറിയുവാൻ രാജാവിനൊരു ജിജ്ഞാസ തോന്നി. രാജാവ് അതൊന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു പാതയുടെ നടുവിൽ ഭടന്മാരെ കൊണ്ട് ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വച്ചു. പാതയിൽ നിന്നും ആ വലിയ പാറ ആരെങ്കിലും നീക്കുമോ എന്നറിയുവാൻ രാജാവ് പാതയുടെ അരികിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ പിൻഭാഗത്തായി മറഞ്ഞിരുന്നു. പല ആളുകളും ആ വഴി സഞ്ചരിക്കുകയും ആ പാറയ്ക്ക് ചുറ്റും നടന്നു നോക്കുകയും ചെയ്തെങ്കിലും ആരും അത് മാറ്റുവാൻ ശ്രമിച്ചില്ല. ചിലർ പാതയിൽ കല്ലുകൾ കിടക്കുന്നതൊന്നും രാജാവ് കാണുന്നില്ലെന്നും പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ശ്രമിക്കുന്നില്ലെന്നും പറഞ്ഞ് ഭരണത്തെ കുറ്റം പറഞ്ഞു. കൊട്ടാരത്തിലെ ചില പ്രധാന ജോലിക്കാരും ആ വഴി പോയെങ്കിലും ആ പാറയിലേക്ക് നോക്കിയതല്ലാതെ അതൊന്നു മാറ്റുവാൻ പോലും ശ്രമിച്ചില്ല. ഒടുവിൽ തലയിലൊരു ചുമട് പച്ചക്കറിയുമായി ഒരു കർഷകൻ അതുവഴി വന്നു. അയാൾ ആ പാറ കണ്ടതും ഉടനെ തൻ്റെ തലയിലിരുന്ന ഭാരമുള്ള പച്ചക്കറിക്കുട്ട താഴെ ഇറക്കി വെച്ചുകൊണ്ട് ആ കല്ല് പാതയുടെ ഒരു വശത്തേക്ക് തള്ളിമാറ്റുവാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ഒടുവിൽ അയാൾ വിജയിച്ചു. അങ്ങനെ പാതയിലുണ്ടായ തടസ്സം മാറിക്കിട്ടി. ഉടനെ തൻ്റെ പച്ചക്കറി എടുക്കുവാൻ താഴേക്ക് നോക്കിയപ്പോഴാണ് ആ കർഷകൻ പാറ മാറ്റിയ സ്ഥാനത്ത് ഒരു കിഴി കിടക്കുന്ന കണ്ടത്. അദ്ദേഹം അത് തുറന്നു നോക്കി. അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും ഒരു കുറിപ്പുമുണ്ടായിരുന്നു. അതിൽ രാജാവ് ഇങ്ങനെ എഴുതിയിരുന്നു: താങ്കൾ ചെയ്തത് ഒരു നല്ല കാര്യമാണ്. ആ പാറക്കല്ല് വഴിയിൽ നിന്നും നീക്കിയതിനുള്ള പ്രതിഫലമാണ് ഈ സമ്മാനം. ഇത് താങ്കൾക്കുള്ളതാണ്. ആ കർഷകന് വലിയ സന്തോഷമായി. നമ്മളിൽ പലർക്കും മനസ്സിലാകാത്തത് രാജാവ് കർഷകന് കാണിച്ചു കൊടുത്തു. ഓരോ തടസ്സവും നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനുള്ള അവസരം നൽകുന്നു.